വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത പിന്നെ പിള്ളേരെ പോലെ എനിക്ക് നല്ല മടിയാട്ടാ. നേരെ വൈകി എണീറ്റാൽ മതിയല്ലോ, അപ്പോൾ ആ സുഖത്തിൽ അവിടെ കിടന്ന് ഉറങ്ങും. പിള്ളേരപ്പോൾ കുളത്തിൽ നീന്താൻ പോണമെന്ന് പറയണ്ടായിരുന്നേ. അപ്പം ഞാൻ കരുതി കാലത്തുള്ള കുറച്ച് കാഴ്ചകൾ മിസ് ചെയ്യണ്ട, അങ്ങനെ എഴുന്നേറ്റതാട്ടോ. ഏതായാലും എഴുന്നേറ്റു. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ എനിക്ക് അബ്ചേട്ടനും കൂടി ചിയാ സീഡ് ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം റെഡിയാക്കാം കേട്ടോ. അയ്യോ, നമ്മൾ ഇൻട്രോ പറഞ്ഞില്ല അല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ മുടീനെ നോക്കി ഞാൻ പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുടി മോളിൽ നിന്ന് ഇങ്ങനെ ബ്രൈഡ് ചെയ്ത് വരുമ്പോൾ താഴോട്ട് എത്തുമ്പോൾ ഒന്നുമില്ല ഗൈസ്. പിന്നെ ഹെയർ ലോസിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. ക്ലൈമറ്റ് ചേഞ്ച് ആവാം, ഹോർമോൺ ചേഞ്ച് ആവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ബോധർ ചെയ്യാറില്ല. ചിലർ അതിനെപ്പറ്റി ടെൻഷൻ അടിച്ച് നമ്മുടെ ഹെയർ ലോസ് കൂടുള്ളൂ എന്ന് ഞാൻ പറയുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാൻ നിൽക്കാറില്ല. അതിനങ്ങനെ അതിൻ്റെ പാട്ടിന് വിടും, അത് അതിൻ്റെ സമയം വളർന്നോളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഹെയർ ആയാലും സ്കിന്നായാലും തീരെ ശ്രദ്ധിക്കാതിരിക്കുന്ന ആളെന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ മാക്സിമം നോക്കും. പിന്നെ അത് വരുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെ വഴിക്ക് വിടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഡ്രിങ്ക്സൊക്കെ ഇങ്ങനത്തെയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടോ ഞാൻ കേട്ടേക്കുന്നത്. ഇടവിട്ടുള്ള ദിവസങ്ങളിൽ കഴിക്കുക, ഡെയിലി കഴിക്കരുത്. ആ മുഖത്ത് വരുന്ന പുച്ഛഭാവം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഗൈസ്, അത് വെറും ആറ്റിറ്റ്യൂഡ് മാത്രം. വീഡിയോ എടുക്കുമ്പോൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണ്. ഞങ്ങളിന്ന് അധികം ദൂരത്തേക്കൊന്നും നടക്കാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറിന് മുകളിൽ നടക്കാറുണ്ട്. ഇന്നിപ്പോൾ അത്രയും നടന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നീന്താൻ പോകാൻ സമയമില്ല. അപ്പം ചേട്ടൻ ഓഫീസിൽ പോകണം. അതെ, വന്ന് കെടുപ്പായിട്ടാ ഇറയത്ത്. ഞങ്ങൾ കുളത്തിലേക്ക് പോവാണ് ഗൈസ്. അച്ചേട്ടനെ ഒരു പാട്ടത്തിറക്കി എടുത്തിട്ട് നീന്തണതാ. അപ്പൊ വേറെ ദിവസം എടുക്കാം. കൊറേ ദിവസമായി പിള്ളേര് പിന്നെ നടക്കണേ അച്ഛാ കുളത്തിലേക്ക് പോവാന്ന്. പോയി നോക്കിയോട്ടോ അവിടുത്തെ സിറ്റുവേഷൻ. ഇല്ല ചേട്ടാ, ആമിക്ക് നീന്തൽ അറിയേ. ആമി അതിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് മലക്കി പോകാൻ വേണ്ടിയിട്ട് കുളിക്കാൻ പോലോ പുലർച്ചെ. അപ്പം അമ്പലക്കുളത്തിൽ പോയിട്ടാണ് ആമി ബാലപാഠങ്ങളൊക്കെ പഠിച്ചത്. പിന്നെ ഇതേപോലെ തന്നെ ഒരു വെക്കേഷൻ, എനിക്ക് തോന്നുന്നു കൊറോണ ടൈമിലായിരുന്നു എന്ന് തോന്നുന്നു, പാലക്കുഴിയിൽ പോയിട്ട് അവിടെ എല്ലാ പിള്ളേരും കൂടെ അങ്ങനെ പഠിച്ചു കേട്ടോ. കാരണം പല വെക്കേഷൻസിലായാലും ഇങ്ങനെ കുളത്തിൽ മുങ്ങി മരിക്കണ വാർത്തകളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ നീന്തൽ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയേക്കണം കേട്ടോ. അപ്പം അത് ആദ്യം കൂടി പഠിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ പോകുന്നത്. ഇത് അബ്ചേട്ടൻ്റെ വല്യച്ഛൻ്റെ വീടാണ് കേട്ടോ. അവിടെ കുറേ ചെടികളും മൃഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു പട്ടിക്കുട്ടനുണ്ട്, കോഴികളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ചെമ്പകമരമുണ്ട്. എന്താ മണം എന്നറിയോ അവിടെ പോകുമ്പോൾ. ഇത് ഈ ആമി ഓറഞ്ച് അച്ഛൻ കൊണ്ടുവരുന്നുണ്ട്. ഇതിട്ടാ അവനെ അങ്ങോട്ട് വിടാ, അങ്ങോട്ട് എന്നിട്ടാ മുങ്ങില്ലാന്ന്. ചെമ്പകപ്പൂക്കൾ, ഒരെണ്ണം അല്ലല്ല, ഓരോ മെഡയിലും ഓരോണ്ണം കുത്ത. കൃഷ്ണനിടാ അല്ലേ? ആ, ഞാൻ പൊട്ടിച്ചിടാൻ പറ്റില്ല. ഇവിടെ നീന്താനുള്ള ഇത് നിറച്ച് അവിടെ പായലാണ്. ഒറ്റ ചാട്ടം ചാടണം, പക്ഷെ വിപിപ്പാപ്പനില്ല. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ട്യൂബ് ഇട്ട് ഇറങ്ങിയിട്ട് കയറും. ഞങ്ങളല്ല, ആദ്യം അച്ഛൻ. ഞാൻ വന്നിട്ടുള്ള വ്ളോഗ് വേറെ ഇതാ ഗൈസ്. നമ്മുടെ കുളം അവിടെ ഇത്തിരി പായലുണ്ട്. അത് ഒരൊറ്റ ചാടം ചാടിയ പൊക്കോളെന്ന് പറഞ്ഞു. നമുക്ക് ചാടാം.
പൊക്കോളില്ലേ അത്? ഞാൻ ഇവിടെ സ്റ്റെപ്പം ഇരുന്നോളാം. നിങ്ങളെ പായൽ നിൽക്കാൻ ഞാൻ കാലിട്ടിരുന്നോളാം. ഇതാണ് ഗൈസ് പാലക്കുഴി. ബെനിനൂര് ബെനിനൂരടാ ബെനിയനൂരടാ ഊര് അയ്യേ. കാണാവുണ്ടാ? നീ ഇറങ്ങിക്കോളാ. പോണ് കൈസ് ആദി. സ്റ്റെപ്പ് നീ ചാടാൻ ചാടാറില്ലേ? ചാടങ്ങട് യശോദയെന്ന് പറഞ്ഞിട്ട് ചാട്. എനിക്കറിയായിരുന്നു ചാടങ്ങട്. ഞാൻ തള്ളിയിട്ട് അളിപ്പ് ചാടറിയ പറ്റ ചാട്. അയ്യോ അല്ലെങ്കിൽ ചാടാറില്ലല്ലോ. സാരില്ല, ഓടാണ്ട് ചാടിയാ മതി. മിതള്ള വന്ന വേഗം ചാടി. മീന് പിടിക്കും. അയ്യോ മീൻ കൊത്തി. അബ്ചന്റെ വലിയച്ഛന്റെ വീടിന്റെ അടുത്തുള്ള കൊളാണ് ഗൈസ്. വീടവിടെ, കൊളവിടെ. പാലക്കുഴി അല്ലേ? ആമി ഇവിടെ നീന്തൽ പഠിച്ച്, അബ്ചേട്ടനക്ക് ഇവിടെ നീന്തൽ പഠിച്ച് എന്നാ പറയുന്നേ. ഇവിടെ പാടാണ്. എനിക്ക് നീന്തൽ അറിയില്ല, എന്നാരും പഠിപ്പിച്ചൊന്നുമില്ല. വെള്ളം പേടിയാ. ഉണ്ടാവൂലേ? പക്ഷെ അത്ര മാത്രം നീന്തിയില്ലല്ലോ. വെള്ളത്തില് ഇങ്ങനെ ഇടാൻ ഭയങ്കര എഫേർട്ട് ഇല്ലേ? വെള്ളത്തിൽ നല്ല തടസ്സമായിരിക്കും. പിങ്കൻ അവന് പഠിക്കണ്ട. അവിടെ അല്ലേ കണ്ടേ?
കാലത്ത് പോണ്ട ദിവസമാണ്. ആൾക്കാർ മാറി വണ്ടി മാറി ഞങ്ങൾ ഇന്ന് ചെറുക്കേക്കോട് നടക്കുന്ന സോമയാഗത്തിന് പോവാണ് കേട്ടോ. കുറേ ദിവസമായി ഞാൻ പറയുന്ന മാത്രം കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെയായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അതെന്താ സംഭവം ടി വിയിലും ന്യൂസിലും പേപ്പറിലൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാനും ആദ്യം അഭിചേട്ടനും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഇങ്ങനെ മണ്ണുത്തി, കശുമാവ് ഗവേഷണ കേന്ദ്രമൊക്കെ ഉണ്ടല്ലോ, ആ ഏരിയയിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. ഇന്ന് പതിവില്ലാണ്ട് തന്നെ നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്യുന്ന ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഇപ്പോൾ മഴക്കാർ വന്നാൽ അത് അങ്ങനെ നീങ്ങി പോവുകയാണ് ചെയ്യാറ്. പാമിക്ക് ഇന്ന് ഡാൻസ് ക്ലാസ്സുള്ള ദിവസമായിരുന്നു. അപ്പോൾ ആമീനെ ഷഞ്ജുനെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. എത്ര പവർ ഗ്രിഡിൻ്റെ ഒക്കെ വഴിയുണ്ടല്ലോ, ആ വഴി കൂടിയാണ് കേട്ടോ പോയത്. ഞാൻ കുറേ നാളായി ആ വഴിക്കൊക്കെ പോയിട്ട്. എന്തോ ഇപ്പം ആ വഴി പോവല്ലേ ഇല്ല. അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങാൻ പോകുമ്പോഴൊക്കെയാണ് അങ്ങോട്ട് പോവാറ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് തിരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെയാണ് കേട്ടോ സോമയാഗം നടക്കുന്നത്. എളങ്ങള്ളൂർ മന, ചിറക്കാക്കോട്. ഇവിടെയാണ് മന കഴിഞ്ഞിട്ട് കുറച്ച് അവിടെ തന്നെ കുറച്ച് ഏരിയ ഉണ്ട്. അവിടെയാണ് ഈ യാഗം നടക്കുന്നത്. യാഗഭൂമിയുടെ ഉള്ളിലോട്ടൊന്നും നമുക്ക് എൻട്രൻസ് ഇല്ല കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് അവരൊരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് കാണാം യാഗം, എല്ലാ കാര്യങ്ങളും അവിടെ ഇരുന്ന് കാണാം കേട്ടോ. അത് ഒരുപാട് തിരുമേനിമാർ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം നമുക്ക് ആ കാഴ്ചയൊക്കെ കണ്ടങ്ങനെ നടക്കാം. പിന്നെ അവിടെ ഒരു ശിവരൂപം വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് വഴിപാടൊക്കെ ചെയ്യാം, പാറയൊക്കെ നിറയ്ക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നേ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ നമ്മളിതൊരു ന്യൂസിലൊക്കെ കാണുമ്പോൾ അച്ഛമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നടത്തുന്നത് മഴ പെയ്യിക്കാനൊക്കെയാണ് നടത്തുക. കാരണം വേനൽക്കാലത്താണല്ലോ ഇത് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ യാഗം നടത്തിയിട്ട് മഴ പെയ്യിക്കാറുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിത് പോകണം എന്നുള്ളൊരു അത്ഭുതത്തിലാണ് ഞാൻ പോയത്. പക്ഷെ അത് മാത്രമല്ല എന്നാണ് പറയുന്നത്, നമ്മുടെ ലോകത്ത് നടക്കുന്ന ദുഷ്പ്രവർത്തികൾക്കെതിരെയല്ല, നല്ലതിന്, ലോകത്തിൻ്റെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് വിദേശികളുണ്ടായിരുന്നു അവിടെ. അവർ ഇൻഫർമേഷൻ ഒക്കെ ചോദിച്ചറിയുന്നതൊക്കെ കണ്ടായിരുന്നു, വീഡിയോസൊക്കെ പകർത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് തൊഴാം, വഴിപാടൊക്കെ എഴുതി തൊഴാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവരവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ശരിക്കും മോലം കൊണ്ട് അവരെ ചെയ്തിട്ടുള്ളത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞ് ഇതൊക്കെ കത്തിച്ച് കളയുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ഇത്. പക്ഷെ അതിൻ്റേതായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവട്ടെ. എനിക്ക് അറിഞ്ഞൂടാ അതിന് വലിയ എന്താ പറയുക, വലിയ രീതിയിലൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു ചെറിയ അനുഭവമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഒരുപാട് സ്ഥലങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ യൂട്യൂബിൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോൾ ഒക്കെ ഇത് പല സ്ഥലങ്ങളിലും മനകളോട് ബന്ധപ്പെട്ടിട്ട് നടക്കാറുണ്ടെന്നാണ്. ഇത് പക്ഷേ ദേശവാസികളെല്ലാവരും കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണേ. ഞങ്ങളവിടെ ചെന്ന സമയത്ത് അവിടെ മനോജിക്ക് ജയൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അകലേന്ന് കണ്ടായിരുന്നു ആൾ. പിന്നെ ഈ മനയിലേക്ക് കയറിപ്പോയി. ഇതാണ് കേട്ടോ എളങ്ങള്ളൂർ മന. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.